ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ 43ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫാക്ട് അബൌട്ട് ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ആ ക്ലാസ് കാണാനായിട്ട് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോന്റെ ലിങ്ക് അവൈലബിൾ ആണ്, ഒന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൻ്റെയും കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സിൻ്റെയും PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് അംഗമാവുക. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഫാക്ട് അബൌട്ട് ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എക്സാമുകളിൽ ഉറപ്പായിട്ടും 2ഉം 3ഉം വരെ ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ ആ എക്സാം പോലും പിന്നെ എഴുതിയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസ് ക്ലാസ് ആണിത്, മൊത്തമായിട്ട് കാണുക. ബിഗിനേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലാത്ത പോയിന്റ്സ് ആണെങ്കിൽ വീണ്ടും വീണ്ടും കേട്ട് അത് ബൈഹേർട്ട് ആക്കാനായിട്ട് ശ്രമിക്കുക, കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ കയ്യിൽ ഒരു മാപ്പ് വേണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനങ്ങളും അതേപോലെ തന്നെ അവരുടെ തലസ്ഥാനങ്ങളും അതേപോലെ ഓരോ കാര്യങ്ങളും നോക്കി നോക്കി വേണം പഠിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഒരു മാപ്പും കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ഇന്ത്യ സ്വതന്ത്രമായത് എന്നാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം 1947 ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യ സ്വാതന്ത്ര്യമായത്. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 1950 ജനുവരി 26-നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്. ഇന്ത്യയുടെ തലസ്ഥാനമാണ് ന്യൂഡൽഹി. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ 10th പ്രിലിംസിനോട് ഈ ഒരു ചോദ്യം വന്നു. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ്? അത് ആന്ധ്രയാണ് ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1953 ഒക്ടോബർ 1-നാണ് ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായത്. ആദ്യമായിട്ട് ഈ ഒരു ചോദ്യം പ്രത്യക്ഷപ്പെടുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാമിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ അത് ആന്ധ്രയാണ്. എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1953 ഒക്ടോബർ 1-നാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം, ഇപ്പോഴും പല കുട്ടികളും എന്താണ് ക്വസ്റ്റ്യൻ ബോർഡിലൊക്കെ ഇടുമ്പോൾ വടക്കേ അറ്റത്തെ സംസ്ഥാനം ജമ്മു ആൻഡ് കാശ്മീർ എന്നൊക്കെ പോൾ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര ബേസ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാചൽ പ്രദേശാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. ഓക്കെ, ഇനി ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? തമിഴ്നാടാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം എന്ന് പറയുന്നത്. വടക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഒരു ഡൗട്ട് വരാറുള്ളത്, കാരണം കാലാകാലങ്ങളായിട്ട് നമ്മൾ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പഠിച്ചിട്ട് പെട്ടെന്ന് ഹിമാചൽ പ്രദേശ് എന്നത് അറിയാമെങ്കിൽ പോലും ചാടി എന്താണ് ഈ പറയുന്നത് ജമ്മു കാശ്മീർ കാണുമ്പോഴത്തേക്കും ഓപ്ഷനിൽ നോക്കി നമ്മൾ എന്ത് ചെയ്യും? കറുപ്പിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? വടക്കേ അറ്റത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശാണ്. ഇനി ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം ഇവിടെ കിടക്കുന്ന അരുണാചൽ പ്രദേശാണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ് കിഴക്കേ അറ്റത്തെ സംസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മക്കളെ? അത് ഗുജറാത്ത് ആണ്. ഓക്കെ, അപ്പോൾ ഗുജറാത്ത് ആണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ സംസ്ഥാനങ്ങളും, അതായത് നോർത്ത്, സൗത്ത്, അതേപോലെ തന്നെ എന്താണ് ഈസ്റ്റ്, വെസ്റ്റ്, അത് നിങ്ങൾക്ക് അറിയാലോ. അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിക്കും യൂസ്ഫുൾ ആണ് ഈ പറയുന്ന എന്താണ് ഒരു കുരിശ് വയ്ക്കുക, അതിന്റെ മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, അതേപോലെ തന്നെ എന്താണ് ഇവിടെ ഈസ്റ്റ്, അതേപോലെ തന്നെ ഇവിടെ വെസ്റ്റ് ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ പറയുന്ന കുറേ ക്വസ്റ്റ്യനുകളുടെ ഉത്തരങ്ങൾ അതിൻ്റെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഹിമാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശ്, അതേപോലെ തന്നെ തമിഴ്നാട്, ഗുജറാത്ത്, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതേപോലെ തന്നെ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് ഓരോ സംസ്ഥാനങ്ങളും അവരുടെ തലസ്ഥാനങ്ങളും ഏതാണെന്നുള്ളത്. അപ്പോൾ 28 സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അതിനൊന്നും ഒരു കോംപ്രമൈസും വയ്ക്കരുത്. ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ ഓരോന്നും എന്ത് ചെയ്യുക? പഠിച്ച് സെറ്റായി പോവുക. അതേപോലെ തന്നെ 8 യൂണിയൻ ടെറിട്ടറീസും അതും കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു പോവുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അതായത് നിലവിൽ ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലഡാക്ക് ആണ്. ഓക്കെ, അപ്പോൾ
ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം. 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് നമുക്കുള്ളത്. അതിൻ്റെ അകത്ത് വടക്കേ അറ്റത്തെ ഏറ്റവും മുകളിൽ കാണുന്നത് ഇത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലഡാക്കാണ്. അപ്പോൾ വടക്കേ അറ്റത്തെ നമ്മുടെ കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ്? ലഡാക്കാണ് വടക്കേ അറ്റത്ത് ലഡാക്ക്. ഇന്ത്യയുടെ തെക്കേ അറ്റത്താണെങ്കിലോ ആൻഡമാൻ നിക്കോബാർ ആണ്. തെക്കേ അറ്റത്ത് ആൻഡമാൻ നിക്കോബാർ ആണ് തെക്കേ അറ്റത്തെ എന്തെന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഈ കാണുന്നതാണ് ആൻഡമാൻ നിക്കോബാർ തെക്കേ അറ്റത്തെ ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തു വയ്ക്കുക, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷ എത്ര എണ്ണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയാണ് നിലവിൽ കേൾക്കാറുള്ളത്. അതായത് തമിഴ്, തെലുങ്ക്, കന്നഡ, സംസ്കൃതം, മലയാളം, ഒഡിയ. ഇതാണ് ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകളായിട്ട് പറയുന്നത്. പക്ഷേ 2024 ഒക്ടോബറോടുകൂടി അതിൽ നിന്നും വ്യത്യാസമുണ്ടായി. ഇന്ന് ഇന്ത്യയിൽ എത്ര എണ്ണമാണ് നിലവിൽ നമുക്ക് ക്ലാസിക്കൽ ഭാഷ പദവി ലഭിച്ച ലാംഗ്വേജസ് അല്ലെങ്കിൽ ഭാഷകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11 എണ്ണമാണ് നമുക്കിന്ന് നിലവിലുള്ളത്. ഓക്കെ, അപ്പോൾ 11 ഭാഷകൾക്ക് ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? നിലവിൽ നമുക്ക് ക്ലാസിക്കൽ ഭാഷ പദവി ലഭിച്ചിട്ടുണ്ട്. As of October 2024, the following languages are considered classical language of India. അതായത് സാൻസ്ക്രിറ്റ് വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2005 നവംബർ 25-നാണ് സാൻസ്ക്രിറ്റ്, അതായത് സംസ്കൃതത്തെ ക്ലാസിക്കൽ ലാംഗ്വേജ് ആയിട്ട് പരിഗണിച്ചത്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവംബർ 25, 2025 ഓർക്കുക. ചില എക്സാമുകളിൽ ചോദിക്കാറുണ്ട് ഏറ്റവും ആദ്യം ക്ലാസിക്കൽ ഭാഷ ലഭിച്ച നമ്മുടെ ലാംഗ്വേജ് ഏതാണെന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ അത് സാൻസ്ക്രിറ്റ് ആണ്. ചില എക്സാമുകളിൽ ചോദിക്കാറുണ്ട് സംസ്കൃതത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് ഏത് വർഷമാണ്. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യണം? ഉത്തരത്തിലേക്ക് എത്തണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? ഇത് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ സാൻസ്ക്രിറ്റിന് നവംബർ 25, 2005 ഇനി തമിഴാണ് രണ്ടാമത് വരുന്നത്. അത് തമിഴാണ് ഫസ്റ്റ് വരുന്നത്. 2004 ഒക്ടോബർ 12 ഫസ്റ്റ് തമിഴിനാണ് കിട്ടിയത്. അതിനുശേഷമാണ് കേട്ടോ സാൻസ്ക്രിറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഏത് ലാംഗ്വേജിനാണ് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴാണ്. സെക്കൻഡ് ആണ് ഏതെന്ന് പറയുന്നത് സാൻസ്ക്രിറ്റ്. ഇനി മൂന്നാമത്തെയാണ് തെലുങ്ക്. അത് 2008 തെലുങ്കിനും അതേപോലെ തന്നെ കന്നഡയ്ക്കും കിട്ടുന്നത് 2008 ഒക്ടോബർ 31. ഒക്ടോബർ 31 പ്രത്യേകത നമുക്കറിയാം. എന്താണ്? രാഷ്ട്രീയ ഏകതാ ദിവസ് എന്നറിയപ്പെടുന്ന ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒക്ടോബർ 31. ഓക്കെ, അപ്പോൾ ഒന്ന് ഓർത്തു വെച്ചോ, ഒക്ടോബർ 31 സർദാർ വല്ലഭായ് പട്ടേലിന്റെ എന്താണ് ബർത്ത്ഡേ ആണ് എന്തെന്ന് പറയുന്നത് ഒക്ടോബർ 31. അന്നാണ് രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ട് ആചരിക്കുന്നത്. ഒത്തിരി തവണ PSC ചോദിച്ചേക്കണ ചോദ്യമാണ്. ഓക്കെ, ഇനി മലയാളത്തിന് കിട്ടിയത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷ പദവി ലഭിച്ചത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ മക്കളെ 2013 ഓഗസ്റ്റ് 8 മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷ പദവി ലഭിക്കുന്നത്. അടുത്ത് വരുന്നതാണ് ഒഡിയ. അതായത് 2014 മാർച്ച് 11 ഒഡിയയ്ക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പറയുന്ന ഇത്രയും നമ്മൾ എന്താണ് എപ്പോഴും കാണാറുള്ളതാണ് സാൻസ്ക്രിറ്റ്. അതായത് ഫസ്റ്റ് തന്നെ തുടങ്ങിക്കോ, തമിഴ്, സാൻസ്ക്രിറ്റ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഒഡിയ. ഇത്ര എണ്ണമാണ് നമ്മൾ എപ്പോഴും എന്താണ് ചോദിച്ചുകൊണ്ടിരുന്നത് 2014 വരെ. ഇത്രയും ഭാഷകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിക്കൽ ഭാഷ പദവി എന്നാണ് പുസ്തകങ്ങളിലൊക്കെ കിടക്കുന്നത്. പക്ഷേ ഒക്ടോബർ 2024 അത് മാറുകയാണ്. അങ്ങനെ 11 ലാംഗ്വേജസിനാണ് നിലവിൽ എന്ത് ചെയ്യുന്നത്? ക്ലാസിക്കൽ ഭാഷ ലഭിക്കുന്നത്. അതിൽ വന്ന ലാംഗ്വേജസ് പുതിയതായിട്ട് 2024 ഒക്ടോബറിൽ വന്ന ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ, ഒന്ന് മറാത്തിയാണ്, പിന്നെ പാലിയാണ്, പിന്നെ പ്രാകൃത്, അസാമീസ്, ബംഗാളി. അപ്പോൾ ഇത്രയും ലാംഗ്വേജസിന് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2024 ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഏതൊക്കെ ഭാഷകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറാത്തി 1, പാലി 2, 3 പ്രാകൃത്, 4 അസാമീസ്, 5 ബംഗാളി. ഓക്കെ, അപ്പോൾ 6 ലാംഗ്വേജും പിന്നെ ഈ 5 ലാംഗ്വേജും കൂടി മൊത്തം 11 ലാംഗ്വേജസിനാണ് നിലവിൽ എന്ത് കിട്ടുന്നത്? ക്ലാസിക്കൽ ഭാഷ ലഭിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന 5 ലാംഗ്വേജസ് ഒന്നുകൂടി നോക്കി വെച്ചോ. താഴെ പറയുന്നതിൽ 2024 ഒക്ടോബറിൽ നിലവിൽ ക്ലാസിക്കൽ ഭാഷ പദവി ലഭിക്കാത്തത് ഏതാണ് അല്ലെങ്കിൽ ലഭിച്ചത് ഏതാണെന്നൊക്കെ വേണമെങ്കിൽ PSC ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തണം, ഒരിക്കലും തെറ്റിപ്പോകരുത്. അപ്പോൾ എന്ത് ചെയ്യുക? മറാത്തി, പാലി, പ്രാകൃത്, അസമീസ്, അതേപോലെ തന്നെ ബംഗാളി. ഇത്രയാണ് 2024 ഒക്ടോബർ. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് പോകാം. ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകൾ എത്രയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആകെ പോസ്റ്റൽ സോണുകൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 എണ്ണമാണ് ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 9 പോസ്റ്റൽ സോൺസ് ബേസ്ഡ് ഓൺ ദ ഫസ്റ്റ് ഡിജിറ്റ് ഓഫ് ദ പോസ്റ്റ് ഇൻഡെക്സ്
number pin. The first 8 zones are geographical regions while the 9th is for the Army Postal Service. അപ്പോൾ 9ാമത്തെയാണ് ഏതെന്ന് പറയുന്നത് ആർമി പോസ്റ്റ് ഓഫീസ്. ബാക്കി എല്ലാമാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് ബാക്കിയുള്ള സോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോൺ 1 എന്ന് പറയുമ്പോൾ ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക്, ഛത്തീസ്ഗഡ് ആണ് സോൺ 1 വരുന്നത്. സോൺ 2 വരുന്നതാണെങ്കിൽ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് ആണ് സോൺ 2 വരുന്നത്. സോൺ 3 ആണെങ്കിൽ രാജസ്ഥാൻ, ഗുജറാത്ത്, ദാമൻ ആൻഡ് ദിയു, ദാദ്ര നഗർ ഹവേലി. സോൺ 4 മഹാരാഷ്ട്ര, ഗോവ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. ഇനി സോൺ 5 കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന. സോൺ 6 കേരള, തമിഴ്നാടു, ലക്ഷദ്വീപ്, പുതുച്ചേരി. സോൺ 7 ആണെങ്കിൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, സിക്കിം, അസം, മേഘാലയ, മിസോറാം, ത്രിപുര, മണിപ്പൂർ, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ. ഇത്രയാണ് സോൺ 7 വരുന്നത്. സോൺ 8 ജാർഖണ്ഡ് ആൻഡ് ബീഹാർ ആണ്. സോൺ 9 ആണ് ആർമി പോസ്റ്റ് ഓഫീസ്, APO, ഫീൽഡ് പോസ്റ്റ് ഓഫീസ്, FPO. ഓക്കെ, അപ്പോൾ സോൺ 9 ആണ് എന്ത് ആർമി പോസ്റ്റ് ഓഫീസും. അതേപോലെ തന്നെ ഈ പറയുന്ന 2 സംസ്ഥാനങ്ങൾ വരുന്ന സോൺ 2ഉം അതേപോലെ തന്നെ സോൺ 8ഉം ഇതുകൂടി ഒന്ന് ഓർത്ത് വെച്ചോ. അപ്പോൾ സോൺ 2 വരുന്നത് ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും, അതേപോലെ തന്നെ എന്താണ് സോൺ 8 വരുന്നത് ജാർഖണ്ഡും ബീഹാറും. സോൺ 9 ആണെങ്കിൽ ആർമി പോസ്റ്റ് ഓഫീസ് ആണെന്നുള്ളതും ഒന്ന് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ ഫീൽഡ് പോസ്റ്റ് ഓഫീസ്, FPO ആൻഡ് APO സോൺ 9 ആണുള്ളത്, ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യയിലെ ആകെ റെയിൽവേ സോണുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 18 റെയിൽവേ സോണുകളാണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. ഓക്കെ, അപ്പോൾ എത്ര റെയിൽവേ സോണുകളാണ് ഇന്ത്യക്ക് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18 റെയിൽവേ സോണുകളാണ് ഇന്ത്യക്ക് ഉള്ളത്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ എന്താണ് ഈ പറയുന്ന മെട്രോ റെയിൽവേ കൊൽക്കത്ത കൂടി കൂടുമ്പോൾ 19 റെയിൽവേ സോൺ ആവും. ഓക്കെ, അപ്പോൾ നിലവിൽ എത്രയാണുള്ളത് 18 റെയിൽവേ സോൺ ആണെങ്കിലും എന്താണ് ഈ പറയുന്ന മെട്രോ റെയിൽവേ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അത് 19 റെയിൽവേ സോണാണ് നിലവിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ റെയിൽവേ സോണും ആക്ച്വലി നമുക്ക് ഈ റെയിൽവേ സോൺസ് പഠിക്കാനായിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡ് ഉണ്ട്. അപ്പോൾ ആ ഒരു കോഡ് പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് ഈ പറയുന്ന 18 റെയിൽവേ സോൺ പ്ലസ് മെട്രോ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കോഡായിട്ട് പഠിക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ഈ പറയുന്ന സെൻട്രൽ റെയിൽവേ എവിടെയാണ്, നോർത്ത് വെസ്റ്റേൺ റെയിൽവേ എവിടെയാണ്, സൗത്തേൺ റെയിൽവേ എവിടെയാണ്, അതേപോലെ തന്നെ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഓരോന്നും എവിടെയാണെന്നുള്ളത് സിമ്പിളായിട്ട് കോഡായിട്ട് പഠിക്കാം. അപ്പോൾ കോഡ് വേണമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്കത് സെപ്പറേറ്റ് ഒരു കോഡായിട്ട് നമുക്ക് ചെയ്യാം. കാരണം കോഡായിട്ട് പഠിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കോഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം. ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി. ചിലർക്കൊന്നും കോഡ് താല്പര്യമില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് അല്ലാതെ തന്നെ നേരിട്ട് സാറെ പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് കോഡ് വേണ്ട എന്ന് കുറേ ആൾക്കാർ പറയും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു കോഡായിട്ട് ഇടാം. അപ്പോൾ ഈ ക്ലാസ്സിൽ കോഡ് പറയുന്നില്ല, മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം കോഡായിട്ട് തരാം കേട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ആവശ്യമുള്ളവർ മാത്രം അത് കണ്ടാൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ റെയിൽവേ ഹാവ് ബീൻ ഡിവൈഡഡ് ഇൻടു 19 സോൺസ്. സെൻട്രൽ റെയിൽവേ ആണ് മുംബൈ, ഈസ്റ്റേൺ റെയിൽവേ കൊൽക്കത്ത, ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ഹാജിപൂർ ആണ്, ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ ഭുവനേശ്വർ, കൊങ്കൺ റെയിൽവേ നവി മുംബൈ, നോർത്തേൺ റെയിൽവേ ന്യൂഡൽഹി, നോർത്ത് സെൻട്രൽ റെയിൽവേ ആണ് അലഹബാദ്, നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ഗോരഖ്പൂർ ആണ്. ഇനി നോർത്ത് വെസ്റ്റേൺ റെയിൽവേ ജയ്പൂർ, നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ ഗുവാഹത്തി, സദേൺ റെയിൽവേ ചെന്നൈ ആണ്. ഇപ്പോൾ നമുക്കറിയാം RRB ഗ്രൂപ്പ് D വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യാൻ പോകുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് സദേൺ റെയിൽവേയിലേക്ക് വേണ്ടിയിട്ടാണ്, ചെന്നൈയിലേക്ക്. ഓക്കെ, സൗത്ത് കോസ്റ്റ് റെയിൽവേ വിശാഖപട്ടണം, അതേപോലെ സൗത്ത് കോസ്റ്റ് റെയിൽവേ വിശാഖപട്ടണം, സൗത്ത് സെൻട്രൽ റെയിൽവേ സെക്കന്ദരാബാദ്, സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ കൊൽക്കത്ത, സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ബിലാസ്പൂർ, സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഹുബ്ലി, വെസ്റ്റ് റെയിൽവേ മുംബൈ CST, വെസ്റ്റ് സെൻട്രൽ റെയിൽവേ ജബൽപൂർ, മെട്രോ റെയിൽവേ കൊൽക്കത്ത. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ത്യയുടെ റെയിൽവേ സോൺസ് 19 എണ്ണം ഏതെങ്കിലും കൂട്ടിയിട്ടാ മെട്രോ റെയിൽവേ കൂടി കൂട്ടിയിട്ടാണ് ഈ പറയുന്ന 19 എണ്ണം വരുന്നത് എന്നുള്ളത് കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി ഭരണഘടന അംഗീകരിച്ച ഭാഷകൾ എത്രയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 ഭാഷകളാണ് ഭരണഘടന അംഗീകരിച്ചത്. ദ 80th ഷെഡ്യൂൾ to the constitution consists of the following languages: Assamese, Bengali, Gujarati, Hindi, Kannada, Kashmiri, Konkani, Malayalam, Manipuri, Marathi, Nepali, Odia, Punjabi, Sanskrit, അതേപോലെ സിന്ധി, തമിഴ്, തെലുങ്ക്, ഉറുദു, ബോഡോ, സന്താളി, അതേപോലെ മൈഥിലി ആൻഡ് ഡോഗ്രി. ഇത്രയാണ് എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ച 8ാം ഷെഡ്യൂളിൽ വരുന്ന ഭാഷകൾ എന്ന് പറയുന്നത്. ഈ ഭാഷകളെ നമുക്ക് എന്താണ് നമ്മുടെ ഇന്ത്യൻ രൂപയുടെ നോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കാണാനായിട്ട്
പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും എന്താണ് പെട്ടെന്ന് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റുന്നത്. ഇനി ഓഫ് ദീസ് ലാംഗ്വേജസ് 14 were initially included in the constitution. Sindhi language was added into 1967. Thereafter 3 more languages, Konkani, അതേപോലെ മണിപ്പൂരി ആൻഡ് നേപ്പാളി were included 1992. Subsequently ബോഡോ, ഡോഗ്രി, മൈഥിലി ആൻഡ് സന്താളി were added into 2004. ഓക്കെ, അങ്ങനെ 22 ലാംഗ്വേജസ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ച 8ാം ഷെഡ്യൂളിൽ വരുന്ന ഭാഷകളെന്ന് പറയുന്നത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഇത് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഓടിച്ചൊന്ന് പറയാം. ഇന്ത്യ സ്വതന്ത്രമായത് 47 ഓഗസ്റ്റ് 15, റിപ്പബ്ലിക് 50 ജനുവരി 26, ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി. അതേപോലെ ആദ്യമായി രൂപീകൃതമായ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ആന്ധ്രയാണ്. 1953 ഒക്ടോബർ 1. മുകളിലെ ഏറ്റവും വടക്കേ അറ്റം ഹിമാചൽ പ്രദേശ്, തെക്ക് തമിഴ്നാട്, അതേപോലെ തന്നെ കിഴക്ക് അരുണാചൽ പ്രദേശ്, പടിഞ്ഞാറ് ഗുജറാത്ത്. കേന്ദ്രഭരണ പ്രദേശമാണെങ്കിൽ മുകളിൽ ലഡാക്ക്, താഴെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. നിലവിൽ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ക്ലാസിക്കൽ ഭാഷകൾ എത്ര എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 11 എണ്ണമാണ്. 11 എണ്ണത്തിൽ 6 എണ്ണം 2014 വരെയും, ഏറ്റവും ലാസ്റ്റ് ഒഡിയാണ്. ഏറ്റവും അവസാനമായിട്ട് വന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബംഗാളിയാണ്. ഇന്ന് മൊത്തം 11 ഭാഷകളാണ് നിലവിലുള്ളത്. ഇന്ത്യയിലെ പോസ്റ്റൽ സോണുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിൽ 9 പോസ്റ്റൽ സോണുകളാണ് ഉള്ളത്. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് സോൺ 2ഉം സോൺ 8ഉം സോൺ 9ഉമാണ്. സോൺ 2 ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡും, അതേപോലെ സോൺ 8 ജാർഖണ്ഡ് ബീഹാർ. ഇനി സോൺ 9 ആണെങ്കിൽ അത് ഏതൊക്കെയാണ്? APOയും FPOയും ആണ്. അതായത് നിലവിൽ ആർമി പോസ്റ്റ് ഓഫീസും ഫീൽഡ് പോസ്റ്റ് ഓഫീസുമാണ് നിലവിൽ ഏതിൽ വരുന്നത്? ഈ പറയുന്ന സോൺ 9 വരുന്നത്. ഇന്ത്യയിലെ ആകെ റെയിൽവേ സോണുകൾ 18 എണ്ണമാണുള്ളത്. പക്ഷേ കൊൽക്കത്ത മെട്രോ കൂടി വരുമ്പോൾ 19 റെയിൽവേ സോണാണ് നമുക്ക് നിലവിൽ ഉള്ളത്. ഓരോന്നും ഏതൊക്കെയാണെന്നുള്ള കോഡ് വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. താല്പര്യമുള്ളവരൊന്ന് പറഞ്ഞാൽ മതി, നമുക്കത് എന്ത് ചെയ്യാം, അടുത്ത ദിവസം കോഡായിട്ട് ചെയ്യാം. ഓക്കെ, ഭരണഘടന അംഗീകരിച്ച ഭാഷകൾ 8ാം ഷെഡ്യൂളിൽ വരുന്ന 22 ഭാഷകളാണുള്ളത്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഫസ്റ്റ് ആസാമീസ്, അതേപോലെ തന്നെ എന്താണ് ഏറ്റവും അവസാനം 22ാമതായിട്ട് വരുന്നത് ഡോഗ്രിയാണ്. ഇനി എത്രാമത്തെ ഭാഷയായിട്ടാണ് മലയാളം വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രാമത്തെയാണ്? 8ാമത്തെ ഭാഷയായിട്ടാണ് മലയാളം വരുന്നത് എന്നുള്ളത് കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ 8ാമത്തെ ലാംഗ്വേജ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 8ാമത്തെ ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് നമ്മുടെ മലയാളം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? കാരണം ഒത്തിരി തവണ PSC ചോദിച്ചു പോയ ചോദ്യങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, ഇനി നമുക്ക് വലുതും ചെറുതും നോക്കാം. ഓരോ സംസ്ഥാനങ്ങളും നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന് പറയുന്നത് അത് രാജസ്ഥാനാണ്. അത് ഈ കാണുന്ന രാജസ്ഥാൻ. തലസ്ഥാനം എന്ന് പറയുന്നത് ജയ്പൂരാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഏതാണ്? രാജസ്ഥാനാണ്. ഇനി ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ഗോവയാണ്. ഏറ്റവും ചെറിയ സംസ്ഥാനം എന്ന് പറയുന്നത് ഗോവ. ഗോവയുടെ തലസ്ഥാനമാണ് പനാജി. അപ്പോൾ രാജസ്ഥാൻ്റെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഏതാണ്? ജയ്പൂരാണ്. അപ്പോൾ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനും ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഗോവയാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അതൊക്കെ ബേസ് ആണ് കേട്ടോ. കാരണം ഇതൊക്കെ എന്താണ് പറയേണ്ട കാര്യമില്ല, പക്ഷെ എന്നാലും ഒന്നുകൂടി പറയാണ് ഒരിക്കലും തെറ്റാതിരിക്കാൻ വേണ്ടി. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും ഉയർന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹരിയാനയാണ്. ഏറ്റവും വലിയ ജില്ല കച്ച്, ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാഹി, പുതുച്ചേരിയാണ്. വികലാംഗർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം അത് ഉത്തർപ്രദേശാണ്. വികലാംഗർ ഏറ്റവും കൂടുതലുള്ളത് ഉത്തർപ്രദേശിലാണ്. 3ാം ലിംഗക്കാർ അതായത് തേർഡ് ജെൻഡേഴ്സ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനവും ഉത്തർപ്രദേശാണ്. അപ്പോൾ വികലാംഗരും കൂടുതലാണ്. അതേപോലെ തന്നെ എന്താണ് തേർഡ് ജെൻഡേഴ്സ് ഏറ്റവും കൂടുതലുള്ളതും ഉത്തർപ്രദേശിലാണ്. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ്. 2011 സെൻസസ് പ്രകാരം സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ഡാമൻ ആൻഡ് ദിയു ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചേക്കുന്നതാണ് ലഡാക്ക്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം അത് ഉത്തർപ്രദേശാന്നുള്ളതും ഓർത്തു വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? അത് മധ്യപ്രദേശാണ്. ഓക്കെ, അപ്പോൾ
പട്ടികജാതിക്കാരാണെങ്കിൽ ഉത്തർപ്രദേശും പട്ടികവർഗക്കാരാണെങ്കിൽ ഏറ്റവും കൂടുതൽ അത് മധ്യപ്രദേശാണ്. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഏറ്റവും കൂടുതൽ സാക്ഷരത ഏറ്റവും കുറവാണെങ്കിലോ അത് ബീഹാറാണ്. ഇനി ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ളത് ഉത്തർപ്രദേശാണ്. ജനസംഖ്യ ഏറ്റവും കുറവ് സിക്കിമിലുമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരത കൈവരിച്ച ജില്ല ഒത്തിരി തവണ ഒരു കാലത്ത് PSC ബേസ് ചോദ്യമായിട്ട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരത കൈവരിച്ച ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് സർച്ചിപ്പാണ്, മിസോറാം. ഇന്ത്യയിൽ സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലിരാജ്പൂര്, മധ്യപ്രദേശാണ്. അപ്പോൾ സാക്ഷരത ഏറ്റവും കൂടുതൽ സർച്ചിപ്പാണ്, മിസോറാം. സാക്ഷരത ഏറ്റവും കുറവ് എവിടെയാണെന്ന് ചോദിച്ചാൽ അലിരാജ്പൂര്, മധ്യപ്രദേശ്. ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനമാണ് ഹരിയാന. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് അത് മിസോറാമിലാണ്. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ജമ്മു ആൻഡ് കാശ്മീരാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ജമ്മു ആൻഡ് കാശ്മീർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോകസഭാ മണ്ഡലം ചോദിച്ചങ്ങനെ ചോദ്യമാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോകസഭാ മണ്ഡലം ലഡാക്ക്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോകസഭാ മണ്ഡലം ചാന്ദിനി ചൗക്ക്. ഇത് രണ്ടും എന്താണ് LGS ലെവല്, LDC ലെവലിൽ ഒത്തിരി തവണ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോകസഭാ മണ്ഡലം ലഡാക്ക്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോകസഭാ മണ്ഡലം ചാന്ദിനി ചൗക്ക്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോകസഭാ മണ്ഡലം മൽക്കജഗിരിയാണ്. മൽക്കജഗിരി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ സംസ്ഥാനം തെലങ്കാന. ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ലോകസഭാ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ലക്ഷദ്വീപാണ്. ജനസാന്ദ്രത ഏറ്റവും കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ്. ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാരുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ദാദ്ര നഗർ ഹവേലി. ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ. ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. സാക്ഷരത ഏറ്റവും കൂടിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. 2011 സെൻസസ് പ്രകാരം സാക്ഷരത ഏറ്റവും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശമാണ് ദാദ്ര നഗർ ഹവേലി. അപ്പോൾ ഇത്രയും എന്താണ്, ബേസ് ആണ്. അപ്പോൾ എല്ലാവരും ഇത് 1-2 തവണ കേൾക്കുക, വായിക്കുക. കാരണം അത്രത്തോളം ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമുക്ക് തെറ്റിക്കാൻ പാടില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം. നിലവിൽ ഏറ്റവും നീളം കൂടിയ കടൽ പാലം ഏതാന്ന് ചോദിച്ചാൽ അടൽ സേതു മുംബൈ ആണ്. നിലവിൽ ഏറ്റവും നീളം കൂടിയ കടൽ പാലമാണ് അടൽ സേതു മുംബൈ. നദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലം ഏതാന്ന് ചോദിച്ചാൽ ഭൂപൻ ഹസാരികയാണ്. ഓക്കെ, നദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലം ഭൂപൻ ഹസാരിക. ഏറ്റവും വലിയ കാൻറ്റിലിവർ പാൻ ബ്രിഡ്ജ് ആണ് ഹൗറ ബ്രിഡ്ജ്. ഓക്കെ, അപ്പോൾ ഏറ്റവും വലിയ കാൻറ്റിലിവർ പാൻ ബ്രിഡ്ജ് ആണ് ഹൗറ ബ്രിഡ്ജ്. ഏറ്റവും വലിയ റെയിൽവേ ബ്രിഡ്ജ് ഏതാണെന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് റെയിൽവേ ബ്രിഡ്ജ് ആണ്. ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹുബ്ബള്ളി, കർണാടകയാണ്. അപ്പോൾ ഏറ്റവും വലിയ കാൻറ്റിലിവർ പാൻ ബ്രിഡ്ജ് ഹൗറ ബ്രിഡ്ജ്, ഏറ്റവും വലിയ റെയിൽവേ ബ്രിഡ്ജ് വേമ്പനാട്ട് റെയിൽവേ ബ്രിഡ്ജ്, ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഹുബ്ബള്ളി, കർണാടക. നിലവിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലമാണ് അടൽ സേതു. നദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലമാണ് ഭൂപൻ ഹസാരിക. കറക്റ്റായിട്ട് ഓർത്തു വയ്ക്കുക, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഏറ്റവും കൂടുതൽ ദൂരത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനാണ് വിവേക് എക്സ്പ്രസ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ദൂരത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അത് വിവേക് എക്സ്പ്രസ് ആണ്. ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് NH44, പഴയ പേര് NH7 എന്നായിരുന്നു. ഏറ്റവും നീളം കൂടിയ ദേശീയപാത. ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ. അപ്പോൾ ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ. ജനസാന്ദ്രത ഏറ്റവും കൂടിയ രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ജനസാന്ദ്രത കൂടിയ മൂന്നാമത്തെ ഇന്ത്യൻ സംസ്ഥാനം, അങ്ങനെയാണോ PSC ചോദിക്കുള്ളൂ, രണ്ടാമത്തെ ഏതാണ്, മൂന്നാമത്തെ ഏതാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ്. ഏറ്റവും കൂടുതൽ നമുക്ക് ബീഹാറാന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ രണ്ടാമത്തെ സംസ്ഥാനം പശ്ചിമ ബംഗാൾ, അത് അങ്ങനെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. ജനസാന്ദ്രതയിൽ രണ്ടാമത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അത് പശ്ചിമ ബംഗാൾ. ജനസാന്ദ്രതയിൽ മൂന്നാമത്തെയാണ് നമ്മുടെ സ്വന്തം കേരളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് നമുക്കറിയാം ഇന്ത്യൻ റെയിൽവേ. ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റുകൾ നടത്തുന്നതും എന്താണ്, ഇന്ത്യൻ റെയിൽവേ തന്നെയാണ്. കാരണം അത്രത്തോളം പോസ്റ്റുകളിലേക്കാണ് ഇന്ത്യൻ റെയിൽവേ നിലവിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്.
ജനസംഖ്യ കൂടുതലുള്ള നഗരമാണ് മുംബൈ. ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI എന്നുള്ളത് അറിയാം. ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ അത് HDFC ആണ്. ഏറ്റവും വലിയ നദീതീരം ഗംഗാ നദീതടം. അപ്പോൾ ഏറ്റവും വലിയ നദീതടം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗാ നദീതടമാണ്. ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ്, ഒത്തിരി തവണ ചോദിച്ചാണ്, മജുലി ബ്രഹ്മപുത്ര നദി അസ്സാമിലെയാണ് ഏറ്റവും വലിയ നദീജന്യ ദ്വീപ്. ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ, പശ്ചിമ ബംഗാൾ. ഏറ്റവും വലിയ ലവണ തടാകമാണ് ചിൽക്ക ലവണ തടാകം. ഏറ്റവും വലിയ ഡാം ആണെങ്കിൽ അത് ഫക്രാനങ്കലാണ്. ഏറ്റവും വലിയ ഡാം ഫക്രാനങ്കൽ. ഏറ്റവും വലിയ എർത്ത് ഡാം ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാണാസുര സാഗർ ആണ്. ഏറ്റവും വലിയ എർത്ത് ഡാം ബാണാസുരസാഗർ. ഏറ്റവും വലിയ ആർച്ച് ഡാം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കി ഡാമാണ്. ഏറ്റവും വലിയ ജലസംഭരണി ഇന്ദിരാസാഗർ ഡാമാണ്. ഏറ്റവും വലിയ ജലസംഭരണി ഇന്ദിരാസാഗർ ഡാം. ഏറ്റവും വലിയ ജലസേചന കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ. ഏറ്റവും വലിയ കാന്റിലിവർ ആണ് ഹൗറ ബ്രിഡ്ജ്, കൊൽക്കത്ത. ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ഏറ്റവും വലിയ ഗുഹാക്ഷേത്രമാണ് കൈലാഷ് ടെമ്പിൾ. ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് ഇന്ത്യൻ റെയിൽവേ. ജനസംഖ്യ കൂടുതലുള്ള നഗരമാണ് മുംബൈ, മഹാരാഷ്ട്ര. ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ് SBI. ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് HDFC ആണ്. ഏറ്റവും വലിയ നദീതടം ഗംഗാ നദീതടം. അതേപോലെ തന്നെ നദീജന്യ ദ്വീപ് മജുലിയ നമ്മൾ പറഞ്ഞു, ഫക്രാനങ്കൽ. അതേപോലെ തന്നെ ഏറ്റവും വലിയ കാന്റിലിവർ ആണ് ഹൗറ ബ്രിഡ്ജ്, കൊൽക്കത്ത എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഇനി ഏറ്റവും വലിയ ഗുരുദ്വാര ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുവർണ ക്ഷേത്രമാണ് അമൃതസർ. ഏറ്റവും വലിയ ഗുരുദ്വാര സുവർണ ക്ഷേത്രം അമൃതസർ. ഏറ്റവും വലിയ സന്യാസി മഠമാണ് തവാങ് മൊണാസ്റ്ററി, അരുണാചൽ പ്രദേശ്. ഏറ്റവും വലിയ പഗോഡ ഗ്ലോബൽ വിപാസന പഗോഡ, മുംബൈ ആണ്. ഏറ്റവും വലിയ ദേശീയ ഉദ്യാനമാണ് ഹെമിസ് നാഷണൽ പാർക്ക്. ഒത്തിരി തവണ ചോദിച്ചാണ്ടോ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഹെമിസ് നാഷണൽ പാർക്ക്. ഏറ്റവും വലിയ കടുവാ സങ്കേതം നാഗാർജുന ശ്രീശൈലം. ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ, കൊൽക്കത്ത. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണ്, അതർവൈസ് നോൺ ആസ് അലൂവിയൽ സോയിൽ. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്ത്യയിലെ മണ്ണിനങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ വ്യക്തമായി ചർച്ച ചെയ്ത് പോകും. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണാണ്. ഓക്കെ, ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാന്നുള്ളത് താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാന്നുള്ളത് കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇന്ത്യയിൽ ഏത് മണ്ണിനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്കൽ മണ്ണാണ്. ഏറ്റവും വലിയ ദ്വീപ സമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ. ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് മൊട്ടേറ സ്റ്റേഡിയം എന്ന് പറയുന്നത്. മൊട്ടേറ സ്റ്റേഡിയം നരേന്ദ്രമോദി സ്റ്റേഡിയം എന്നും പഴയ പേര് ഇത് സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഗുജറാത്തിലാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം മൊട്ടേറ സ്റ്റേഡിയം, നരേന്ദ്രമോദി സ്റ്റേഡിയം, അല്ലെങ്കിൽ പഴയ പേരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയം എന്ന പേരിൽ. ഏറ്റവും വലിയ തുറമുഖമാണ് മുംബൈ തുറമുഖം. ഏറ്റവും വലിയ വിമാനത്താവളം ഏതാന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി വിമാനത്താവളം, ന്യൂഡൽഹിയാണ്. ഏറ്റവും വലിയ സജീവ അഗ്നിപർവ്വതമാണ് ബാരൻ. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ. ഏറ്റവും വലിയ മരുഭൂമി താർ മരുഭൂമി. ഏറ്റവും വലിയ ഇടനാഴിയാണ് രാമനാഥസ്വാമി ക്ഷേത്ര ഇടനാഴി, രാമേശ്വരം. ഏറ്റവും വലിയ കന്നുകാലി മേളയാണ് സോൺപൂർ മേള. ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസ് ഏതാന്ന് ചോദിച്ചാൽ മുംബൈ GPU ആണ് ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസ്. ഏറ്റവും വലിയ പ്ലാനറ്റോറിയമാണ് ബിർള പ്ലാനറ്റോറിയം, കൊൽക്കത്ത. ഏറ്റവും വലിയ ലൈബ്രറി നാഷണൽ ലൈബ്രറി, കൊൽക്കത്തയാണ്. ഏറ്റവും വലിയ ജയിലാണ് തീഹാർ സെൻട്രൽ ജയിൽ. ഏറ്റവും വലിയ മ്യൂസിയം ഇന്ത്യൻ മ്യൂസിയം, കൊൽക്കത്തയാണ്. ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ജാംനഗർ ആണ്. ഒത്തിരി തവണ ചോദിച്ചേക്കണേ കേട്ടോ. ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണ ശാല ഏതാണെന്ന് ചോദിച്ചാൽ അത് ജാംനഗർ ആണ്, ഗുജറാത്ത്. ഏറ്റവും വലിയ ഗ്യാരേജ് ആണ് ഫറാക്ക ബാരേജ്, ഗംഗ. ഏറ്റവും വലിയ ക്ഷേത്രമാണ് ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്രം. ഏറ്റവും വലിയ ഗ്യാരേജ് ഫറാക്ക ബാരേജ് ആണ്, ഗംഗ. ഇനി ഇന്ത്യൻ സിനിമ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ സിനിമയാണ് ശ്രീ പുണ്ടാലിക്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീ പുണ്ടാലിക് ആണ്. തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഇന്ത്യൻ സിനിമയാണ് രാജ ഹരിചന്ദ്ര. ഓക്കെ, അപ്പോൾ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഇന്ത്യൻ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അത് രാജ ഹരിചന്ദ്ര. ആദ്യത്തെ ശബ്ദ സിനിമയാണ് ആലം ആര. ആദ്യത്തെ ശബ്ദ സിനിമ ആലം ആര. ആദ്യ കളർ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ കിസാൻ കന്യയാണ് ആദ്യത്തെ
കളർ സിനിമ കിസാൻ കന്യ. ആദ്യത്തെ 3D സിനിമയാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ആദ്യത്തെ 3D സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ആദ്യത്തെ സിനിമാ സ്കോപ്പ് സിനിമയാണ് കാഗസ് കാ ഫൂല്. അപ്പോൾ കാഗസ് കാ ഫൂലാണ് ആദ്യ സിനിമാ സ്കോപ്പ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, ഇന്ത്യയിലെ ആദ്യത്തെ സിനിമ അത് ശ്രീ പുണ്ടാലിക്കാണ്. തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഇന്ത്യൻ സിനിമയാണ് രാജാ ഹരിചന്ദ്ര. ആദ്യത്തെ ശബ്ദ സിനിമ ആലമാര. ആദ്യത്തെ കളർ സിനിമ കിസാൻ കന്യ. ആദ്യത്തെ 3D സിനിമ മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ആദ്യ സിനിമാ സ്കോപ്പ് സിനിമയാണ് കാഗസ് കാ ഫൂല്. ഓക്കെ, ഉറപ്പായിട്ടും പഠിച്ചു വെച്ചേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ദേശീയ പതാക ഏതാണ്? ത്രിവർണ പതാകയാണ് ദേശീയ പതാക. ദേശീയ പക്ഷി മയിൽ. ദേശീയ മുദ്ര സിംഹമുദ്ര. ദേശീയ ബലം മാങ്ങയാണ്. ദേശീയ മൃഗം കടുവ. ദേശീയ പുഷ്പം താമര. ദേശീയ ഗാനം ജനഗണമന. ദേശീയ ഗീതമാണെങ്കിൽ വന്ദേ മാതരം. ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ. ദേശീയ പൈതൃക ജീവി ആനയാണ്. ദേശീയ ജലജീവി ഗംഗ ഡോൾഫിൻ. ദേശീയ വൃക്ഷം പേരാൽ. ദേശീയ മത്സ്യം അയല. ദേശീയ നൃത്തരൂപമാണ് ഭരതനാട്യം. ദേശീയ നദി ഗംഗ. ദേശീയ പാനീയമാണ് ചായ. ഔദ്യോഗിക ഭാഷ ഹിന്ദി. ഔദ്യോഗിക ലിപി ദേവനാഗരി. ഫ്ലാഗ് കോഡ് എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ ഒത്തിരി തവണ ചോദിച്ചേക്കനെയാണ്. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് 2002 ജനുവരി 26. അതേപോലെ തന്നെ ഇന്ത്യൻ രൂപയുടെ ഔദ്യോഗിക ചിഹ്നം അംഗീകരിച്ച വർഷം 2010 ജൂലൈ 15 ഇന്ത്യൻ രൂപയുടെ ഔദ്യോഗിക ചിഹ്നം അംഗീകരിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. എന്നാണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ചത്? 1975 ഏപ്രിൽ 19. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ ഉപഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ അത് എഡ്യൂസാറ്റ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ സയൻസ് സിറ്റി കൊൽക്കത്ത. ഇന്ത്യയുടെ ആദ്യത്തെ റിസർച്ച് ബേസ് സ്റ്റേഷനാണ് ദക്ഷിണ ഗംഗോത്രി. ആർട്ടിക്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ റിസർച്ച് സ്റ്റേഷനാണ് ഹിമാദ്രി. ഒത്തിരി തവണ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. ആർട്ടിക്കിലെ ഇന്ത്യയുടെ ആദ്യത്തെ റിസർച്ച് സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ഹിമാദ്രിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടറാണ് അപ്സര. ഇന്ത്യയുടെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറാണ് കാമിനി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹമാണ് രോഹിണി. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാജേഷ് ശർമ്മ. 1984 അദ്ദേഹം എത്തുന്നത്. ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് കൽപ്പന ചൗള. അപ്പോൾ ഇതൊക്കെ ബേസ് ആണ്, ഒത്തിരി തവണ ചോദിച്ചേക്കുന്നതുമാണ്. ഇതൊന്നും ഒരിക്കലും തെറ്റിക്കാനും പാടില്ല. ഓക്കെ, ഇനി ബസ് ഇൻഫോർമേഷൻ ആയിട്ട് പഠിക്കാൻ്റെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ക്രമീകൃത സെൻസസ് നടന്നത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ നമ്മൾ വൈസ്രോയ്സ് ആൻഡ് ഗവർണർ ജനറൽ പഠിച്ചപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്ത് പോയതാണ് ഇതൊക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ ക്രമീകൃത സെൻസസ് 1881. ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ ഓടിത്തുടങ്ങിയ വർഷം 1853. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക്കൽ ട്രെയിൻ ഓടിത്തുടങ്ങിയത് 1925. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ ഇലക്ഷൻ നടന്നത് 51-52. അന്റാർട്ടിക്കിലെ ആദ്യ പര്യവേഷണം ഇന്ത്യ ആരംഭിച്ചത് 1981. ആദ്യ രാജ്യമാണ് ഹരിയങ്ക രാജ്യം. അതേപോലെ തന്നെ ആദ്യത്തെ സാമ്രാജ്യമാണ് മൗര്യവംശം. ആദ്യ ചക്രവർത്തിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. ആദ്യ മുസ്ലിം രാജവംശമാണ് അടിമ വംശം എന്ന് പറയുന്നത്. വാർത്താവിനിമയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നമുക്കറിയാം സ്ഥാപിച്ചത് കൊൽക്കത്തയാണ്. എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1774 ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് 1774. ഇന്ത്യയിലെ ആദ്യത്തെ ടെലഗ്രാഫ് ലൈൻ പരീക്ഷണാടിസ്ഥാനത്തിൽ നിലവിൽ വന്നത് 1850 കൊൽക്കത്ത ഡയമണ്ട് ഹാർബർ ആണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് കൊൽക്കത്തയിലാണ് 1774. ഇന്ത്യയിലെ ആദ്യത്തെ ടെലഗ്രാഫ് ലൈൻ പരീക്ഷണാടിസ്ഥാനത്തിൽ നിലവിൽ വന്നത് 1850 കൊൽക്കത്ത ഡയമണ്ട് ഹാർബർ. അതേപോലെ തന്നെ STD സംവിധാനം വഴി ബന്ധിപ്പിക്കുന്ന ആദ്യ ഇന്ത്യൻ നഗരങ്ങളാണ് കാൺപൂർ, ലക്നൗ ആണ്. എന്ത് STD സംവിധാനം വഴി ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ നഗരങ്ങൾ കാൺപൂർ, ലക്നൗ. ഇന്ത്യയിലെ ആദ്യത്തെ സ്പീഡ് പോസ്റ്റ് സംവിധാനം നിലവിൽ വന്നത് 1986 ഇന്ത്യയിലെ ആദ്യത്തെ സ്പീഡ് പോസ്റ്റ് സംവിധാനം നിലവിൽ വന്നത് 1986. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ബേസ് ആയിട്ട് പഠിക്കാനുള്ളത്. ഒരു ക്ലാസ് കൂടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫാക്ട് അബൌട്ട് ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, അതായത് ബേസ് ആയിട്ട് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് ഇതെല്ലാം. ഒറ്റ വാക്കിൽ ഉത്തരങ്ങൾ എഴുതുന്ന വൺ വേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്തു നിന്നും വരാറുള്ളത്. അതുകൊണ്ട് തന്നെ
ഇതൊക്കെ എല്ലാവരും ശരിയാക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ആയതുകൊണ്ട് തന്നെ നിങ്ങളും ഒരിക്കലും ഇത് തെറ്റിക്കരുത്. മൊത്തമായിട്ട് കാണാപ്പാഠം പഠിച്ച് സെറ്റാക്കി വെച്ചോ. ഉറപ്പായിട്ടും വരുന്ന എല്ലാ എക്സാമുകൾക്കും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ബാക്കി പാർട്ട് 3 കൂടി നമുക്ക് ഫാക്ട് അബൌട്ട് ഇന്ത്യ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ എന്താണ് 28 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോകാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓരോ നവോത്ഥാന നായകന്മാരെയും കംപ്ലീറ്റ് ചെയ്ത് പോകാം. അപ്പോൾ ഷഫിൾ ചെയ്ത് എന്താണ് അതൊരു സൈഡിൽ കൂടെ പോവാം. അതിൻ്റെ കൂടെ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് പഠിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു ബാച്ചിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് അതിൻ്റെ ക്ലാസ്സുകളും കണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ രണ്ടും കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ ഇത് ഏകദേശം മുന്നേ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം എന്താണ് മറ്റത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇത് കാണുന്നവർക്ക് മറ്റതൊരു റിവിഷനും ആവും. അതേപോലെ അത് എന്താണ് വീണ്ടും ഒന്നുകൂടി കുറേ പോയിന്റ്സ് കൂടി ആഡപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ക്ലാസ് പോകുന്നത്. അത് ഇനി വരുന്ന എല്ലാ എക്സാമുകൾക്കും യൂസ്ഫുൾ ആവുന്ന തരത്തിൽ വേണ്ടി ചെയ്യുന്ന ക്ലാസ്സാണ് ASMൻ്റെ ക്ലാസ്. അപ്പോൾ അതും എന്ത് ചെയ്യുക, മൊത്തമായി കാണുക, കറക്റ്റായിട്ട് നോട്ട്സ് പഠിക്കുക, ക്വസ്റ്റ്യൻ ബോർഡിൽ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ഇനിയെങ്കിലും ആരെങ്കിലും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ആരെങ്കിലും ഈ പറയുന്ന PSC എക്സാമിന് വേണ്ടി പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഒത്തിരി കാര്യങ്ങൾ, അതായത് വരുന്ന എല്ലാ എക്സാമുകൾക്കും എന്താണ് യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്, അതും അതേപോലെ തന്നെ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിവിഷനും, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഇനി ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് പെയ്ഡ് അല്ലാത്ത ഒരു പെയ്ഡിൽ പോലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ അത്രയും എന്താണ് കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും അത്രയും നല്ല PDF നോട്ടുകളും അതേപോലെ തന്നെയുള്ള ഒരു സ്റ്റഡി പ്ലാനും റിവിഷനുമാണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവിഷൻ ചെയ്യുക. ഉറപ്പായിട്ടും നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും. എന്നാൽ കഴിയുന്ന മാക്സിമം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളും തിരിച്ച് അങ്ങനെ തന്നെ ഫുൾ കമ്മിറ്റഡ് ആയിട്ട് തന്നെ ഫുൾ ആത്മാർത്ഥതയോടുകൂടി തന്നെ എന്ത് ചെയ്യുക, ക്ലാസ്സുകളും നോട്ടുകളും അതേപോലെ തന്നെ റിവിഷനുകളിലും പങ്കെടുക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് നിർത്തുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.